രാത്രി ഉണ്ടായിരുന്നു ഇവിടെ? രാത്രി ഉണ്ടായിരുന്നു. 11:50 ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുകൊണ്ട് സൗണ്ട് കേട്ട് അപ്പോൾ ഒരു കറണ്ട് കെട്ട് സമയമായിരുന്നു അന്നേരം. സൗണ്ട് ഇതുകൊണ്ട് പിള്ളേർ മരിച്ച ശിവകൃഷ്ണനും കൂടെ ആണെന്ന് തോന്നുന്നു. ആരെന്ന് വ്യക്തമല്ല, എന്തായാലും ആണുങ്ങളുടെ സൗണ്ട് ഉണ്ടായിരുന്നു, ഈ കൊച്ചുങ്ങളുടെ സൗണ്ട് ഉണ്ടായിരുന്നു. അവരിവിടെ എല്ലാം തപ്പുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളന്നേരം ഇവർ ഫയർഫോഴ്സിന് വിളിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അപ്പം ഞാൻ പിന്നെ അന്നേരം മെമ്പറെ വിളിച്ച്, എന്തോ ഒരു ഇത് ഉണ്ട്, മെമ്പറെ പ്രശ്നങ്ങളുണ്ട്, മെമ്പർ അറിഞ്ഞിരിക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വന്നതിന് ശേഷം ഞങ്ങൾ വെളിയിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് നോക്കി. ഞങ്ങളുമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ല ഇവർക്ക്. അവർ ഞങ്ങളെ ആയിട്ടുള്ളൊരു സഹകരണം ഇല്ലാത്തതുകൊണ്ട് നമ്മളും പിന്നെ അവരുമായിട്ട് ഇതില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നോക്കുമ്പോൾ ഇവർ ഫയർഫോഴ്സ് വന്ന് എല്ലാം റെഡിയാക്കി എന്തുവേണം ഇവരെ രക്ഷപ്പെടുത്തുമ്പോൾ ഈ കൊച്ചാഴത്തിൽ ഇങ്ങനെ സൗണ്ട് നമുക്ക് അകലെയായിട്ട് ഇങ്ങനെ കേൾക്കാമായിരുന്നു. നല്ല ആഴമുണ്ടെന്നൊരു മനസ്സിലായി. അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ല, കരച്ചില്ല, വേദനയുണ്ടായിരിക്കും. ഇല്ല, ഫയർഫോഴ്സ് ഇറങ്ങിയില്ലയോ, ഉദ്യോഗസ്ഥൻ ഇറങ്ങിയില്ലേ, അപ്പം അങ്ങനെ എടുക്കുമ്പോഴങ്ങനെ വേദന ഉണ്ടായിരിക്കുമല്ലോ വീണിട്ട്. അപ്പോൾ അങ്ങനെ ആ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനക്കമൊന്നും ഇല്ലായിരുന്നു ഇവരുടെ ആരുടെ. അത് ഇടിഞ്ഞു വീണപ്പം രക്ഷപ്പെടുത്തു. അത് 5-6 പേരെ ഉള്ളായിരുന്നു തോന്നുന്നു ഫയർഫോഴ്സ്. അപ്പം അവരും പിന്നെ ഈ കുറച്ച് പേര് കൂടി കുറച്ച് ആളുകളുള്ളായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പിയൊക്കെ ഉണ്ടായിരുന്നതിന് അതെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമ്മളിങ്ങനെ ഒന്ന് കണ്ട് അവിടെ ചെന്നിരുന്നുകൊണ്ട് കണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എനിക്കും അങ്ങ് ഞാൻ ഒച്ചപ്പാടി കരച്ച് സൗണ്ട് ഒപ്പിച്ചപ്പോൾ അതൊക്കെ കേട്ട് കുറേ പേര് വന്ന് തോന്നുന്നു. പിന്നെ ഈ കൊച്ചും ഇവിടെ വന്ന് ഞങ്ങളെ വിളിച്ച് കരയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നത് ഒക്കെ. അങ്ങനെ പിന്നെ അവർ വന്ന് ഇങ്ങനെ ആള് വീണ് അതിനുശേഷം പിന്നെ ഇവരെ ഒരു ജീവൻ രക്ഷിക്കാൻ വന്നൊരു ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടമായി. സത്യം, അത് തന്നെ നഷ്ടമായി പോയി. ആ പെണ്ണിന് എന്താ പറയാ, ഞങ്ങളിവിടെ ഇച്ചിരി പടിഞ്ഞാറാണ് താമസിക്കുന്നത്. ഞാൻ രാത്രിയിലെ ഇതൊക്കെ അറിഞ്ഞേ. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. നമ്മളുമായിട്ടൊന്നും ഒരു സഹകരണമില്ല. ഒരു വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ ഇവിടെ താമസം, പുതിയ താമസമൊക്കെ ആയിട്ട്. വന്നില്ലല്ലോ. അല്ല ചേട്ടാ ഉണ്ടായിരുന്നു ഇവിടുത്തെ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു, രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇവിടെ പിന്നെ ഫയർഫോഴ്സ് ആണോ? ഞാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പുള്ളി ഇത് പിന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനം തുടങ്ങി പുള്ളി ആ റോപ്പിലൂടെ ഇതിവിടെ കണക്ട് ചെയ്താണ് ഈ സാധനം എടുത്തത്, അകത്തേക്ക് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ആ റോപ്പ് പിന്നെ പുറത്ത് ഏതെങ്കിലും ഈ എവിടെയെങ്കിലും ഒരു മരത്തിൽ കിട്ടിയതിന് ശേഷം ആ റോപ്പ് അകത്തോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും ഭാഗത്ത് ആ ഇടിഞ്ഞ് താഴോട്ട് പോകത്തില്ലായിരുന്നു. അത് സേഫ് ആയിരുന്നു തന്നെ. അതിലൂടെ അതിനോട് ചേർന്ന് നിന്ന റിങ്ങിലൂടെ, അതായത് ഇതിൻ്റെ റൗണ്ട് ശിവകൃഷ്ണൻ പോയി വീണതല്ലേ അങ്ങോട്ട്? അതെ വീണതാണ്. പ്രദേശവാസികളുള്ള ആൾക്കാരാണ്, അവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ടെത്തിയ ആൾക്കാരാണ്. അതിദുഃഖകരമായിട്ടുള്ളൊരു സംഭവം. 3 ജീവനുകൾ നഷ്ടമായി. ഒരു ജീവൻ പോലും നഷ്ടമാക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു. പക്ഷേ ശിവകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച, അയാൾ അവിടെയൊക്കെ പോയില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസിയായിട്ടുള്ള ആൾക്കാരായാലും നാട്ടുകാരായാലും അവരൊക്കെ തന്നെ പറയുന്നത്. പൂജ, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവ സ്ഥലത്ത് കിണർ നമുക്ക് കാണാം. അവിടെ നിന്നാണ് കണ്ണൻ നായർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടമുണ്ടായ വീടിന് മുന്നിൽ നിന്ന് പഴകിയ ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവിടേക്ക് എത്തരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ടായിരുന്നു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഈ കിണറ്റിൽ ചാടിയ അർച്ചന അവരടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയും രക്ഷപ്പെടുത്താമായിരുന്നു. അതാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ശിവകൃഷ്ണൻ, അയാൾ മദ്യലഹരിയിലായിരുന്നു. ഇവർ തമ്മിലുള്ള വഴക്കിനിടയിലാണ് ഈ അർച്ചന കിണറ്റിലേക്ക് ചാടുന്നത്. അപ്പോൾ ശിവകൃഷ്ണൻ ഉൾപ്പെടെ അവിടെ വന്ന ഓരോരുത്തർക്കും നാട്ടുകാരെടുത്ത് വരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതാണ് അവിടേക്ക് ആ കിണറിന്റെ ആ പരിസരത്തേക്ക് വരരുത് എന്നുള്ളത്. പക്ഷേ ഇയാൾ അവിടേക്ക് എത്തുകയായിരുന്നു. കൈവരിയിൽ പിടിക്കുന്നു. അങ്ങനെ താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ അർച്ചന അതോടൊപ്പം തന്നെ സോണി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് മുകളിലേക്കാണ് ഇതെല്ലാം വന്ന് പതിക്കുന്നതും. അങ്ങനെയാണ് ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്.